CPIM കോട്ടകൾ കേന്ദ്രീകരിക്കാൻ BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ PK കൃഷ്ണദാസ് മത്സരിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ശക്തി കേന്ദ്രങ്ങൾ നേട്ടമുണ്ടാക്കിയെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം. എന്നാൽ BDJS മത്സരിച്ച 4 സീറ്റുകളിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ടില്ല. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. അലക്സ്, CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാൻ ഇറങ്ങാൻ BJP തീരുമാനിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നേരിട്ടിറങ്ങണം എന്നൊക്കെയുള്ള തീരുമാനമാണോ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? എന്താണ് അവരുടെ കണക്കുകൂട്ടൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഗോപി, കഴിഞ്ഞ ദിവസം ചേർന്ന BJPയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ, അതായത് കോർ കമ്മിറ്റിയിലും അതുപോലെ ഭാരവാഹി യോഗത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ ഉണ്ടായി. അതിലേറ്റവും പ്രധാനം BJPയുടെ വോട്ട് ശതമാനം. അത് BJPയുടെ വോട്ട് ശതമാനം 15% വർദ്ധിച്ചപ്പോൾ അന്ന് കോൺഗ്രസിന്റെ വോട്ടായിരുന്നു BJPക്ക് കൂടുതലായി ലഭിച്ചതെങ്കിൽ നിലവിൽ 19.20%. അതായത് 20%-അടുത്താണ് സംസ്ഥാനത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ BJPയുടെ വോട്ട് ശതമാനം. ആ വർധനയിൽ ഏറ്റവും കൂടുതൽ BJPയിലേക്ക് ഒഴുകിയെത്തിയത് CPIM വോട്ടുകളാണ് എന്ന വിലയിരുത്തലിലാണ് BJP ഉള്ളത്. പ്രധാനമായി BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത CPMന്റെ ശക്തി കേന്ദ്രങ്ങൾ, അവിടെ നിന്ന് BJPക്ക് വോട്ട് കൂടുതലായി ലഭിച്ചു എന്ന വിലയിരുത്തലാണ് BJPക്കുള്ളത്. CPM ശക്തി കേന്ദ്രങ്ങളിൽ വലിയ നേട്ടം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദുമ മുതൽ തലശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിൽ വോട്ട് വർദ്ധിപ്പിച്ചതായാണ് BJPയുടെ തന്നെ കണക്ക്. അതിൽ പ്രധാനമായി പയ്യന്നൂരിൽ വോട്ട് ശതമാനം ഇരട്ടിയായി, കല്യാശ്ശേരിയിൽ 3 ഇരട്ടിയായി, മട്ടന്നൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടായി. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ബൂത്തിലടക്കം 100 വോട്ടിന്റെ വർധന എന്ന കണക്ക് BJPയുടെ കയ്യിലുണ്ട്. BJP പറയുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനം, അത് മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ടുള്ള യുദ്ധത്തിന് നേതൃത്വം നൽകണം എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഈ ഭാരവാഹി യോഗത്തിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം. PK കൃഷ്ണദാസിന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങളിൽ ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ആ മേഖലകളിലെ സംഘപരിവാർ സംഘടനകളുമായി യോജിച്ചുള്ള പ്രവർത്തനം വേണമെന്ന നിർദ്ദേശം പോലും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിസ്ഥാന ഹിന്ദു വിഭാഗത്തിന്റെ വോട്ടുകൾ BJPക്ക് ലഭിച്ചതായാണ് വിലയിരുത്തൽ. ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് കൂടുതലായി ലഭിച്ചിട്ടുണ്ട്. ആദിവാസി മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് ആയി എന്നാണ് കണക്ക് കൂട്ടുന്നത്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ, അതായത് ഗുരുവായൂരമ്പലം, അതുപോലെ ശബരിമല തുടങ്ങി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാനായി എന്ന് വിലയിരുത്തലുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഇടങ്ങൾ, പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട പാറപ്പുറത്ത്, അതുപോലെ പുന്നപ്ര, വയലാർ തുടങ്ങിയ മേഖലകളിൽ BJPയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായി എന്ന് BJP വിലയിരുത്തലുണ്ട്. ഈ മേഖലകളിൽ ഈ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് വിലയിരുത്തുമ്പോഴും പ്രതീക്ഷിച്ച ഇടങ്ങളിൽ, അതായത് നഗരമേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചില്ല. അത് പഠിക്കണം, അത് പരിശോധിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ, തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് VV രാജേഷിന് വിമർശനം ഉണ്ടായിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്ത് മറ്റു മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായി BJPക്ക് അനുകൂലമായി വന്നപ്പോൾ തിരുവനന്തപുരത്തെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് വർക്ക് ചെയ്തില്ല, BJPക്ക് അനുകൂലമായി വർക്ക് ചെയ്തില്ല. പ്രത്യേകിച്ച് തീരപ്രദേശം BJPക്ക് അനുകൂലമായില്ല എന്ന വിമർശനം ഉയർന്നു. നഗരത്തിൽ BJP വോട്ടുകൾ യഥാവധി പോൾ ചെയ്യിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഏതാണ്ട് 5000 വോട്ടിന് BJP പിന്നോട്ട് പോയി എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കൂടാതെ എറണാകുളം, അതുപോലെ കോഴിക്കോട് നഗരമേഖലകളിലും BJP മുന്നേറ്റം ഉണ്ടാക്കാനായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി വന്നത്. അത് പരിശോധിക്കണം, അത് പഠിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BDJS 4 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. ആ 4 മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായില്ല എന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. മുന്നണി സംവിധാനം കാര്യക്ഷമമായി ആ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചില്ല. ആ 4 മണ്ഡലങ്ങളിൽ കൂടി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായെങ്കിൽ BJPയുടെ വോട്ട് ഷെയർ 22, അതായത് NDAയുടെ വോട്ട് ഷെയർ 22% മുകളിലേക്ക് ഉയർന്നേനെ എന്ന വിലയിരുത്തലാണ് BJPക്കുള്ളത്. 60 നിയമസഭാ മണ്ഡലങ്ങളിലെ നിർണായക ശക്തി BJP ആണെന്ന വിലയിരുത്തലുണ്ട്. 60 നിയമസഭാ മണ്ഡലങ്ങളിൽ 30,000-ന് മുകളിൽ വോട്ട് BJPക്ക് ഉണ്ട് എന്നാണ് അവർ വിലയിരുത്തുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിട്ടുണ്ട്. അത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് BJPയുടെ മുതിർന്ന നേതാവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MT രമേശിനാണ്. പാലക്കാട് ഇതുമായി ബന്ധപ്പെട്ട് P രഘുനാഥിനും, അതുപോലെ ചേലക്കരയിൽ അനീഷ് കുമാറിനും, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ് അനീഷ് കുമാറിനും ഇതുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പ്രാഥമിക ആലോചന BJP നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ മേഖലയിൽ നിന്നുള്ള, മണ്ഡലത്തിൽ നിന്നുള്ള നിർദ്ദേശം ഈ ചുമതലപ്പെട്ടവർ നോക്കേണ്ടതുണ്ട്. അത് 3 പേരുകൾ വീതം നൽകാൻ ആ മണ്ഡലങ്ങളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായി പരിഗണിക്കപ്പെടുന്ന പേരുകൾ ഇങ്ങനെയാണ് ഗോപി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെയും AP അബ്ദുള്ളക്കുട്ടിയുടെയും സന്ദീപ് വാര്യരുടെയും പേര് പരിഗണിക്കുന്നുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ C കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നു. ചേലക്കരയിൽ വലിയ പോരാട്ടം നടത്താൻ BJP തീരുമാനിക്കുന്നു. TN സരസുവിന്റെ പേരിനാണ് ചേലക്കരയിൽ ഇപ്പോൾ മുൻതൂക്കമുള്ളത്.
ശരി, ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങൾ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടുന്ന സ്ട്രാറ്റജികൾ, ഇങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങളിലാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ആലോചനകൾ പോയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.